ചെയർമാൻ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ബുദ്ധിമുട്ടേറിയ അവസരങ്ങളെയും അഭിമുഖീകരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുകയാണ്. ഞങ്ങളോട് യാത്ര പറയാതെയാണോ പോകുന്നത് എന്ന് പല സഹപ്രവർത്തകരും ചോദിക്കുമ്പോഴും എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് യാത്ര പറയേണ്ടത്. യഥാർത്ഥത്തിൽ ഞാൻ യാത്ര പറയുകയാണോ എന്ന് പോലും എനിക്ക് സംശയം ഇപ്പോഴും തീർന്നിട്ടില്ല. എങ്ങോട്ട് പോകാൻ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു ചോദ്യം തന്നെയാണ്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്ന് ഞാൻ എല്ലാ ദിവസവും ആവർത്തിച്ച് സ്വയം ബോധ്യപ്പെടുത്താറുണ്ട്. കാരണം ഇന്ത്യ വിഷൻ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള, സമൂഹത്തിന് തന്നിട്ടുള്ള ആദരവ്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ വില കൽപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ നികേഷാണ് ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നൂറ്റാണ്ടിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. പടക്കം പൊട്ടുന്ന പോലുള്ള റിപ്പോർട്ടർമാർ, അതുപോലെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന സബ് എഡിറ്റർമാർ, ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ സജ്ജരായി നിൽക്കുന്ന ഇന്ത്യ വിഷനിലെ ഓരോ കുടുംബാംഗം, അതുമാത്രവും ഒപ്പം തന്നെ ഡോക്ടർ മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെൻറ്റ് നൽകിയ സ്വാതന്ത്ര്യവും, അതാണ് നമ്മളാക്കിയത്. ഒരു കാരണവശാലും അത് എൻ്റെ മാത്രമായോ എൻ്റെ പേരിന് പ്രാമുഖ്യമുള്ള ഒരു ക്രെഡിറ്റായോ ആരും നൽകരുത്. അങ്ങനെ നൽകാനുള്ള ശ്രമങ്ങളും തെറ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അത്ഭുതകരമായ സംഭവമാണ്. നമ്മളൊരു ചാനലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ സ്വാഭാവികമായും പരസ്പരം കഥകൾ ഉണ്ടാക്കുക, ദുരാരോപണങ്ങൾ ഉന്നയിക്കുക, വിമർശിക്കുക, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഒരു പരിധി കൂടി കടന്ന് വല്ല കേസിലും പെടുത്തുക, ഇതൊക്കെയായിരുന്നു നാട്ടുനടപ്പ്. അത് മുമ്പ് പത്രലോകത്തായാലും പിന്നീട് ടെലിവിഷൻ ചാനലുകളിലായാലും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ന് ആ അത്ഭുതം കൂടി സംഭവിക്കുകയാണ്. പുറത്തു പോകുന്ന ഒരാൾ അയാൾക്ക് വേണ്ടി ഒരു ചാനലിൻ്റെ വാർഷിക ചടങ്ങ് മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ എനിക്കും അത്ഭുതം തോന്നുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ആ അത്ഭുതത്തിൽ എന്നോടൊപ്പം പങ്കുചേരുമായിരിക്കും. ഇന്ത്യ വിഷൻ മലയാള മാധ്യമ രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യ വിഷൻ 2003 ഉദയം ചെയ്യുമ്പോൾ മലയാള മാധ്യമ രംഗത്ത് ചില ശീലങ്ങളുണ്ടായിരുന്നു, നടപ്പ് രീതികളുണ്ടായിരുന്നു. അത് നമ്മൾ പല ഘട്ടങ്ങളിലും പലയിടങ്ങളിലും പറഞ്ഞു വച്ചിട്ടുള്ളതാണ്. അത് ചില വാർത്തകൾ ചിലർ കൊടുക്കും, മറ്റുള്ളവർക്ക് അത് തമസ്കരിക്കാനുള്ളതാണ്. ഒരാളൊരു വാർത്ത ബ്രേക്ക് ചെയ്താൽ ആ വാർത്ത ഇന്ന് മാധ്യമം ബ്രേക്ക് ചെയ്തു എന്ന കാരണങ്ങൾ കൊണ്ട് തമസ്കരിക്കുന്നവരുണ്ട്. ഒരാൾ ഒരു വാർത്ത തങ്ങളുടെ എതിരാളികളെ കുറിച്ച് കൊടുത്താൽ ആ വാർത്ത പൂർണ്ണമായും തമസ്കരിക്കുകയോ അതിന് വിപരീതമായി മറ്റൊരു കഥ ചമയ്ക്കുകയോ ചെയ്യുന്ന പതിവ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചില പത്രം മുതലാളിമാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വാർത്തകൾ കൊടുക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്ന രീതികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ത്യ വിഷൻ ആ പതിവ് മാറ്റിമറിച്ചു കളഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യ വിഷൻ കേരള സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് ഈ നേട്ടമാണ് എടുത്തു കാണിക്കാൻ കഴിയുക. അത് ഒന്നല്ല, ഒരുപാട് വിഷയങ്ങളിൽ
വാർത്ത തമസ്കരിക്കാൻ ഉള്ളതല്ല എന്ന് നാം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാർത്ത അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്നൊരവസ്ഥ ഇന്ത്യ വിഷന്റെ ഉദയത്തോടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് പലരും ഇന്നും ചോദിക്കാറുള്ളത്, ഐസ്ക്രീം പാർലർ കേസിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആ വാർത്ത ഇന്ത്യ വിഷൻ പ്രസിദ്ധീകരിച്ചപ്പോൾ അനുഭവിക്കപ്പെട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്. യഥാർത്ഥത്തിൽ അതും ഞാൻ മറ്റൊരു സംഭവമായിട്ടാണ് പലപ്പോഴും താരതമ്യം ചെയ്യാറുള്ളത്. ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് 5-6 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്ത്യ വിഷൻ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റെജീന എന്ന പെൺകുട്ടി നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അത് തത്സമയം പ്രസിദ്ധീകരിച്ചു എന്നും OB വാനിട്ട് ലൈവ് ചെയ്തു എന്നും ഒക്കെ ആയിരുന്നു കഥകളെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അതൊരു വാർത്താ ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തി എന്ന സാധാരണ കാര്യം. ഇത് തന്നെയാണ് പിന്നീട് 5 വർഷം കഴിഞ്ഞപ്പോൾ മലയാള മനോരമ ന്യൂസിൽ സിസ്റ്റർ സെഫി അഭയ കേസുമായി ബന്ധപ്പെട്ട് നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തിയപ്പോൾ 2 പുരോഹിതന്മാർ പള്ളിയോട് ചേർന്നിട്ടുള്ള മഠത്തിൽ മതിൽ ചാടിക്കടന്ന് ഞാനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന വാർത്ത എന്ന നാർക്കോ അനാലിസിസ് ടെസ്റ്റ് വഴിയുള്ള മൊഴി അത് ആദ്യം കാണിച്ച ചാനൽ മനോരമ ന്യൂസ് ചാനലായിരുന്നു. ആരും ഞെട്ടിയില്ല. ഞെട്ടാത്തതിൻ്റെ കാരണം ഇന്ത്യ വിഷൻ സൃഷ്ടിച്ച ആ മാധ്യമ പ്രവർത്തനത്തിന് പിന്നീടുള്ള ചാനലുകൾക്ക് ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പിന്നണിയാളായി പിന്നീടുള്ള ചാനലുകൾക്ക് വരേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ ഒരു സങ്കല്പം വാർത്തകൾ തമസ്കരിക്കാനുള്ളതല്ല. വാർത്തകൾ ധൈര്യപൂർവ്വം ജനങ്ങൾക്ക് മുമ്പിൽ, നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ, നമ്മുടെ പൊതുജീവിതത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളതാണ്. അത് ആർക്കെതിരാകുന്നു എന്നോ ആർക്കെതിരെ വരുമെന്നോ നോക്കാതെ സധൈര്യം, നിശ്ചയദാർഢ്യത്തോടെ, ഇച്ഛാശക്തിയോടെ, ശരിയാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ നാം എല്ലാവരും തന്നെ മലയാളി സമൂഹത്തിൻ്റെ മുമ്പിൽ ഉത്തമ ദൃഷ്ടാന്തമായി നിലകൊണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനും നിങ്ങളും ഒരേ അവകാശം ഈ സ്ഥാപനത്തിലുള്ളവരാണ്. പക്ഷേ 7 വർഷം പിന്നിട്ടിരിക്കുന്നു. 7ാം വർഷം നാം മനോഹരമായി കടന്നുപോയിരിക്കുന്നു. അനുഭവങ്ങൾ സ്വാഭാവികമായും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മെ ശക്തരാക്കിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും നമുക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല വിഷയങ്ങളിൽ നമ്മൾ പതറിപ്പോയിട്ട് തന്നെയുണ്ട്. പല വിഷയങ്ങളിൽ നാം ചാനൽ ദൃശ്യമാകാത്ത വിധത്തിൽ നിരാലംബരായി പോയിട്ടുണ്ട്.